ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 കപ്പ് അളവ് പാല് ചേർത്ത് കൊടുക്കാം. ഇതാദ്യം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ഇളം മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അത് ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 1 കപ്പ് അളവ് റോസ്റ്റ് ചെയ്ത റവയാണ് എടുത്തിരിക്കുന്നത്. നമ്മളുടെ ഉപ്മാവിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നിങ്ങളിനി റോസ്റ്റ് ചെയ്യാത്ത റവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം അതൊന്ന് നെയ്യിൽ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. റവയുടെ കളറൊന്നും മാറാൻ വേണ്ടി നിൽക്കേണ്ട, നല്ലപോലെ ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ റവ പാലിൽ കിടന്ന് നല്ലപോലെ കുറുകി ഈ ഒരു രീതിക്ക് ഡോ പരുവത്തിലാകുന്ന ആ ഒരു സമയം വരെയാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആറി വരാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് നമുക്കിതിനായിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 കപ്പ് അളവ് പഞ്ചസാരയും അതേ കപ്പിൽ തന്നെ 1 കപ്പ് അളവ് വെള്ളവുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കപ്പ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏതൊരു പാത്രമാണോ എടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ കറക്റ്റ് അളവിൽ എടുത്താൽ മതി. ഇപ്പം നോക്കൂ, പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 4 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിനാണ്. ഞാനിപ്പോൾ മൂടനായിട്ടുള്ള ഏലക്കായ ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏലക്കായുടെ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊരു 3 മുതൽ 4 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കണം. ഇത് നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ ചെറുതായിട്ട് പറ്റി പിടിക്കുന്ന ആ ഒരു രീതിക്ക് മാത്രം ആക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കയ്യിൽ പറ്റി പിടിക്കുന്ന പോലെ മാത്രമേ ആയിട്ടുള്ളൂ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയുടെ കൂട്ട് ഇപ്പോൾ ചൂടൊക്കെ ചെറുതായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂണിൻ്റെയും പകുതി അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബേക്കിംഗ് പൗഡറിന് പകരം നിങ്ങൾക്ക് ബേക്കിംഗ് സോഡയും ഉപയോഗിക്കാവുന്നതാണ്. ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ നമ്മൾ നല്ലപോലെ നീഡ് ചെയ്തെടുക്കണം. ഈ ഒരു റവയുടെ കൂട്ട് നല്ലപോലെ തന്നെ നീഡ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ തന്നെ നീഡ് ചെയ്ത് ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാക്കി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് കൂട്ട് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എത്ര വലുപ്പത്തിലാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയെടുത്താൽ മതി. ഞാനിതിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇനി ഇതുപോലെ ഉരുട്ടിയെടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിതിപ്പോൾ നല്ല പോലെ തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ ക്രാക്കൊന്നും ഇല്ലാതെ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ ഒന്ന് നല്ലപോലെ ചൂടായതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് മാറ്റിയിട്ട് വേണം ഓരോ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് ചുഴറ്റി കൊടുത്താൽ മതി. പാത്രം ഇതുപോലെ ചുഴറ്റി കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒട്ടും തന്നെ പൊട്ടിപ്പോകുകയോ ഒന്നും ചെയ്യില്ല. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുഴറ്റി കൊടുക്കുക. എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അത് എണ്ണയിൽ നിന്നും കോരിയെടുത്ത് അപ്പം തന്നെ അത് ആ ഒരു ഷുഗർ സിറപ്പിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ആ ഒരു ഷുഗർ സിറപ്പ് ഇപ്പോൾ ചൂടിൽ തന്നെയാണ് ഉള്ളത്. ഷുഗർ സിറപ്പ് നമ്മളുടേത് ചൂട് പോകാൻ വേണ്ടി പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനവിടെ അടച്ചു വെച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ആ ഒരു ഉരുളകൾ ഫ്രൈ ചെയ്ത പാടന്നെ ചൂടായിട്ടുള്ള ഷുഗർ സിറപ്പിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 1 മണിക്കൂർ ആകുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. 2 മണിക്കൂർ ആകുമ്പോഴേക്കും നല്ലൊരു ജ്യൂസി ആയിട്ട് വരും. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ വളരെ കുറഞ്ഞ ചേരുവയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളോളം തന്നെ ഷുഗർ സിറപ്പ് നല്ലപോലെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.